Hi all, welcome to CC Plus. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്ലാസ് 9 നവോദയ എൻട്രൻസ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ക്ലാസ് 9 നവോദയ എൻട്രൻസ് എക്സാമിന്റെ സിലബസിലെ മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്ന് അല്ലേ, ഫെബ്രുവരി 8 ആണ്. സമയമില്ല, വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുക. അപ്പോൾ നമുക്കിന്ന് മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. First question, the ratio of zinc and copper in a brass piece is 13:7. How much zinc will be there in 100 kilogram of such a piece? എന്താണ് സിങ്കിന്റെയും കോപ്പറിന്റെ ഒരു ബ്രാസ് പീസ് എടുത്താൽ അതിലെ സിങ്കിന്റെയും കോപ്പറിന്റെയും റേഷ്യോ വന്നിട്ട് എത്രയാണ്? 13:7 ആണ്. എങ്കിൽ എത്ര സിങ്ക് ആണ്? 100 കിലോഗ്രാം ഓഫ് സച്ച് ബ്രാസ് പീസിനകത്ത് എത്ര സിങ്ക് ആണ് ഉള്ളതെന്ന് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ചെയ്യാം നോക്കിയേ. സിങ്ക് എത്ര ഉണ്ടായിരിക്കും? 13 എന്ന് പറഞ്ഞാൽ അല്ലെ. ഇപ്പൊ നമുക്ക് 13x എന്ന് കൊടുക്കാം. കോപ്പർ ആണെങ്കിൽ 7x എന്നും കൊടുക്കാം അല്ലെ. റേഷ്യോ തന്നാൽ നമുക്ക് അങ്ങനെ എടുക്കാം. 13x 7x. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര എന്നാ പറഞ്ഞത്? രണ്ടും കൂടെ കൂട്ടുമ്പോൾ 100 കിലോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. സോ 13x + 7x = 100. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 20x എന്ന് പറഞ്ഞത് 100 എന്ന് എഴുതാം. ദാറ്റ് ഈസ് x വിൽ ബി ഈക്വൽ ടു 100/25. അങ്ങനെയാണെങ്കിൽ സിങ്ക് എത്ര ഉണ്ടെന്നല്ലേ ചോദിക്കുന്നത്? ദാറ്റ് ഈസ് 13x. 13 × 5 65 കിലോഗ്രാം. ക്ലിയർ ആണോ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. എന്താണ് 13:7 സിങ്ക് എത്ര ഉണ്ട്? 13. ടോട്ടൽ 13:7 എന്ന് പറഞ്ഞാൽ എന്താ 20 എടുക്കാം അല്ലെ. ടോട്ടൽ 20 ആണ്. 13 + 7. അതിൽ 20ൽ 13 ഭാഗം സിങ്ക് ആണ്. 13/20 ഓഫ് 100 കിലോഗ്രാം. അങ്ങനെയും ചെയ്യാം. ക്ലിയർ ആണോ? ഇനി ഞാൻ മറ്റൊരു രീതിയും കൂടെ ഒന്ന് പറയുവാണ്, ശ്രദ്ധിക്കുക. ഇതേപോലുള്ള റേഷ്യോ വരുന്ന കേസിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ 13:7 ആണ് സിങ്കും കോപ്പറും അല്ലെ. രണ്ടും കൂടെ ചേർത്താൽ എത്ര വരും? 20. അതാണ് ടോട്ടൽ. ഈ ടോട്ടൽ എത്രയാണ്? 100. അപ്പൊ 20 100 ആയാൽ സിങ്കും കോപ്പറും എങ്ങനെ മാറും? 20 എങ്ങനെ 100 ആവുന്നത്? × 5 ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ × 5 ചെയ്താൽ അപ്പൊ ഇവിടെ സിങ്ക് എങ്ങനെ മാറും? × 5 65. ഇനി ഇവിടെ കോപ്പർ ആയിരുന്നു ചോദിച്ചതെങ്കിൽ × 5 35. ക്ലിയർ ആണോ? കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് റേഷ്യോയിലെ കണക്കുകൾ ചെയ്യാൻ പറ്റും. അപ്പൊ സിങ്ക് എത്ര വന്നു? 65 കിലോഗ്രാം. ഓപ്ഷൻ എ 65. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ സ്കൂൾ ഓഫ് 720 സ്റ്റുഡൻസ് ഈസ് 7:5. ഹൗ മെനി മോർ ഗേൾസ് ഷുഡ് ബി അഡ്മിറ്റഡ് ടു മേക്ക് ദ റേഷ്യോ 1:1? അപ്പൊ ഇത്രയും പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ബോയ്സ് എത്ര ഉണ്ട്, ഗേൾസ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാം അല്ലെ. നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ സ്കൂൾ ഓഫ് 720 സ്റ്റുഡൻസ് ഈസ് 7:5. അപ്പൊ 7:5 ആണ് ബോയ്സിന്റെയും ഗേൾസിന്റെയും റേഷ്യോ. എങ്കിൽ ടോട്ടൽ എത്ര ഉണ്ടെന്ന് പറയാം? 7 + 5 12 അല്ലെ. ശരിക്കും ടോട്ടൽ എത്രയാണ്? 720. അപ്പൊ ഈ 12 ആണ് 720 എങ്കിൽ ഈ ബോയ്സും ഗേൾസും എങ്ങനെ മാറുന്നു എന്ന് പറയാം. ക്ലിയർ അല്ലേ? 12 എങ്ങനെയാ 720 ആവുന്നത്? × 6 അല്ലെങ്കിൽ 720 / 12 ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പൊ × 6 ചെയ്താൽ നമുക്ക് 72 വരും. ഒരു 0 കൂടെ കൊടുക്കണം. സോ 0 60 ഉണ്ട്. അപ്പൊ ഇവിടെയും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ബോയ്സ് കിട്ടും. ഇവിടെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഗേൾസ് കിട്ടും. ക്ലിയർ അല്ലേ? സോ 7 × 60 420. 5 × 60 300. 420 ബോയ്സ് ഉണ്ട്, 300 ഗേൾസും ഉണ്ട്. ഓക്കെ. ഇനി ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എന്താണ്? ബോയ്സ് എന്ന് പറഞ്ഞാൽ 7/12 ഓഫ് 720. ഗേൾസ് എന്ന് പറഞ്ഞാൽ 5/12 ഓഫ് 720. ഇത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇവിടെ ചെയ്യുന്ന കാൽക്കുലേഷൻ ഡയറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ 420 ബോയ്സ് ഉണ്ട്, 420 ബോയ്സ് ഉണ്ട്, 300 ഗേൾസ് ഉണ്ട്. ഈ 300 ഗേൾസിന്റെ കൂടെ എത്ര ഗേൾസും കൂടെ വന്നാലാണ് ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നത്? എക്സ് ഗേൾസും കൂടെ വന്നാൽ ഇവരുടെ റേഷ്യോ എന്തായി? 1:1 ആണ് അല്ലെ. 1:1 എന്നാൽ ഈക്വൽ ആയിരിക്കും. 1:1 എന്ന് വെച്ചാൽ ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണം ഈക്വൽ ആയിട്ട് വരും. അതായത് 420 = 300 + x. That is x will be equal to 420 - 300. ആൻസർ 120. സോ 120 ഗേൾസും കൂടെ വന്നാലാണ് ഈക്വൽ ആവുക, അല്ലെങ്കിൽ റേഷ്യോ 1:1 ആവുക.
ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 2x equal to 3y equal to 4z, then x is to y is to z. ഓക്കെ, അപ്പൊ ഇത് എഴുതുന്നതിന് മുന്നേ ഞാനൊരു ഇത് പഠിപ്പിച്ചു തരാം, അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കാം. ax ഈക്വൽ ടു by ആണെങ്കിൽ x is to y എങ്ങനെ എഴുതാം? ax ഈക്വൽ ടു by ആണെങ്കിൽ x is to y എന്താണ്? b is to a ആണ്. ക്ലിയർ ആണോ? അതായത് x is to നമ്മൾ ഇങ്ങനെ എഴുത്തില്ലേ, x by y ഈക്വൽ ടു എന്തെഴുതി? b by a. നോക്കിയേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ, ax ഈക്വൽ ടു b by. ശരിയല്ലേ? ക്ലിയർ അല്ലേ? പെട്ടെന്ന് ആർക്കെങ്കിലും a ഈസ് ടു b എന്ന് എഴുതാൻ തോന്നുന്നു, അത് തെറ്റാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ഈ ക്വസ്റ്റ്യൻ ഇവിടെ 3 തന്ന സ്ഥാനത്ത് നമ്മൾ ഈ പറയുന്ന 2 വന്നാലുള്ള കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത്. ഓക്കെ, ax ഈക്വൽ ടു by ആണെങ്കിൽ x ഈസ് ടു y എന്താണ്? എക്സിന്റെ ആൻസർ ആയിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന വൈയുടെ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ എഴുതിയത്. ഇനി വൈയുടെ ആൻസർ ആയിട്ടോ തൊട്ടടുത്ത് കിടക്കുന്ന എക്സിന്റെ കോഎഫിഷ്യന്റ് എഴുതി. ക്ലിയർ അല്ലേ? b ഈസ് ടു a. ഇനി ഒരു രീതിയിലൂടെ നമുക്ക് എഴുതാം, x ഈസ് ടു y ഈക്വൽ ടു 1/a ഈസ് ടു 1/b. രണ്ടും ഒരേ കാര്യമായി എഴുതിയേക്കുന്നത്. അതായത് എക്സിന്റെ ആൻസർ ആയിട്ട് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ റെസിപ്രോക്കൽ എടുത്ത് എഴുതി, വൈയുടെ ആൻസർ ആയിട്ട് വൈയുടെ ആൻസറിന്റെ കോഎഫിഷ്യന്റ് റെസിപ്രോക്കൽ എടുത്ത്. ഇങ്ങനെ 2 രീതി പഠിച്ചു വെച്ചേക്കാം. ഒന്നേ നമുക്ക് ഇങ്ങനെ എഴുതാം, b ഈസ് ടു, അതായത് b ഈസ് ടു എന്ന് എഴുതുന്നതും 1/a ഈസ് ടു 1/b എന്ന് എഴുതുന്നതും ഒന്ന് തന്നെയാണ്, തുല്യം അല്ലേ? നമ്മൾ ഇത് ക്രോസ് ചെയ്തിട്ട് ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ ഇങ്ങനെ തന്നെ വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് എഴുതി ഒന്ന് നോട്ട് ചെയ്തെടുത്തേ. 2 ഉള്ളത് ax ഈക്വൽ ടു by എന്ന് പറഞ്ഞാൽ x ഈസ് ടു y എന്നാണ്, b ഈസ് ടു a ആണ് അല്ലെ? അതായത് എക്സിന്റെ ആൻസർ ആയിട്ട് നമ്മൾ വൈയുടേത് പറഞ്ഞു, വൈയുടെ ആൻസർ ആയിട്ട് നമ്മൾ എക്സിന്റെയും പറഞ്ഞു. പിന്നെ വേറെ രീതിയിൽ എഴുതിയാൽ അതാത് കോഎഫിഷ്യന്റിന്റെ റെസിപ്രോക്കൽ എടുത്തും പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി 3 വരുന്നത് ax ഈക്വൽ ടു by ഈക്വൽ ടു cz ആണെങ്കിൽ x ഈസ് ടു y ഈസ് ടു z എന്താണ്? അല്ലേ? നമ്മൾ 2 രീതിയിൽ നേരത്തെ എഴുതി, അതേപോലെ 2 രീതിയിൽ നമുക്ക് ഇവിടെ എഴുതാം. ഒരു രീതി വളരെ എളുപ്പമായിരുന്നു. എന്തായിരുന്നു? അതാത് കോഎഫിഷ്യന്റ് റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പൊ 1/a ഈസ് ടു 1/b ഈസ് ടു 1/c. ക്ലിയർ അല്ലേ? അതുപോലെ നമ്മൾ ഇവിടെ എഴുതിയതുപോലെ ഒറ്റ ഇത് ഫ്രാക്ഷൻ അല്ലാതെ എഴുതാനായിട്ടുള്ള വഴി പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ 2 ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു എക്സിന്റെ ആൻസർ ആയിട്ട് നമ്മൾ എന്താ എഴുതിയത്? തൊട്ടടുത്ത് കിടക്കുന്ന വൈയുടെ കോഎഫിഷ്യന്റ്. വൈയുടെ ആൻസർ ആയിട്ട് എന്താ എഴുതിയത്? തൊട്ടടുത്ത് കിടക്കുന്ന എക്സിന്റെ കോഎഫിഷ്യന്റ് അല്ലേ? അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സിന്റെ ആൻസർ ആയിട്ട് നമ്മൾ എന്ത് എഴുതണം? എക്സിനെ മാറ്റി നിർത്തുക, ബാക്കിയുള്ള 2 കോഎഫിഷ്യന്റ് ഏതാണ്? bc. സോ b ഇൻറ്റു c, bc. ഇനി വൈയുടെ ആൻസർ ആയിട്ട് y മാറ്റി നിർത്തുക, ac. ac ഈസ് ടു ഇസഡിന്റെ ആൻസർ ആയിട്ട് z മാറ്റി നിർത്തുക, ab. ക്ലിയർ ആണോ? ഇത് തന്നെയാണ് ഇത് എഴുതിയേക്കുന്നതും. മനസ്സിലായി? അപ്പൊ ഈ 2 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ 2 ഉള്ളപ്പോൾ എളുപ്പമായിരുന്നു. 3 വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എക്സിന്റെ ആൻസർ ആയിട്ട് ഇത് 3 ആണെങ്കിലും 4 ആണെങ്കിലും എത്ര ആണെങ്കിലും ഇതേപോലെ തന്നെ എക്സിന്റെ ആൻസർ ആയിട്ട് നമ്മൾ എന്ത് എഴുതി? bc. വൈയുടെ ആൻസർ ആയിട്ട് ac, ഇസഡിന്റെ ആൻസർ ആയിട്ട് ab. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ഇഫ് 2x ഈക്വൽ ടു 3y ഈക്വൽ ടു 4z, then x ഈസ് ടു y ഈസ് ടു z. എങ്ങനെ എഴുതാം? x ഈസ് ടു y ഈസ് ടു z. എക്സിന്റെ ആൻസർ ആയിട്ട് എക്സിനെ നമ്മൾ മാറ്റി നിർത്തി, 3 ഇൻറ്റു 4 12. അടുത്ത വൈയുടെ ആൻസർ ആയിട്ട് y മാറ്റി നിർത്തി, 4 ഇൻറ്റു 2 8. ഇനി ഇസഡിന്റെ ആൻസർ ആയിട്ട് നമ്മൾ അത് മാറ്റി നിർത്തി, 2 ഇൻറ്റു 3 6. 12 ഈസ് ടു 8 ഈസ് ടു 6. ക്ലിയർ അല്ലേ? ഇനി റേഷ്യോയാണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ ആണ്. 3 ഉണ്ടെങ്കിൽ 3 കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം. 12 8 6 3 കോമൺ ആയതുകൊണ്ട് 2 ഉണ്ട് അല്ലേ? 2 വെച്ച് കട്ട് ചെയ്താൽ 6 ഈസ് ടു 4 ഈസ് ടു 3. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ, 6 ഈസ് ടു 4 ഈസ് ടു 3. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് വേരീസ് ഇൻവേഴ്സ്ലി ആസ് വൈ ആൻഡ് എക്സ് ഈക്വൽ ടു 20 when y is equal to 600, find y when x equal to 400. x varies inversely as y എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇൻവേഴ്സ്ലി, x is inversely proportional to y അല്ലെ? 2 തരത്തിൽ പറയും. വേരീസ് ഇത് ഇൻവേഴ്സ്ലി, പിന്നെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻ വരുന്നത് x is proportional to y എന്നുള്ള രീതിയിൽ. ഇത് ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് x is inversely proportional to 1/y. അതിന്റെ ഇൻവേഴ്സിനോടായിരിക്കും പ്രൊപ്പോർഷനായിട്ട് വരുന്നത് അല്ലെ? അപ്പൊ ഇതിന്റെ ഈ സൈൻ മറ്റേ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടായോ? x ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, x ഈക്വൽ ടു k ഇൻറ്റു 1/y. അങ്ങനെയാണെങ്കിൽ നമുക്ക് k is equal to എന്ത് എഴുതാം? x ഇൻറ്റു y എന്ന് കൊടുക്കാം. ക്ലിയർ ആണ്? ഇതാണ് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞത് x 20 ആണ്,
20 ആകുമ്പോൾ എപ്പോഴാണ് y is equal to 600 ആണെങ്കിൽ x 20 ആണെന്ന്. അപ്പോൾ കെയുടെ വാല്യൂ എന്ത് വരും? k is equal to 20 into 600. അപ്പോൾ എത്രയാണ്? കെയുടെ വാല്യൂ കിട്ടി അല്ലേ? അപ്പോൾ എപ്പോഴും കെയുടെ വാല്യൂ ഇതാണ് ഈ ഒരു കേസിൽ. അപ്പോൾ ഇനി അടുത്ത് എന്താ? x 400 ആണെങ്കിൽ y എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലേ? k എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ ഇനി ഈ കേസിലും കെയുടെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? 12,000 ആയിരിക്കും. അപ്പോൾ നമുക്ക് y കണ്ടുപിടിച്ചുകൂടായോ? y എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം? ദറ്റ് ഈസ് k by x എന്ന് പറയാം അല്ലേ? k by x. ദറ്റ് ഈസ് കെയുടെ വാല്യൂ 12,000. 12,000 by x എത്രയാണ്? 400. ക്ലിയർ ആണോ? 0 0 കട്ട് ചെയ്യാം. 30. സോ ഓപ്ഷൻ എ 30. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Rupees 770 have been divided among A, B and C in such a way that A receives 2/9 of what B and C receives together. Then A's share is. ഒരാൾ ഒരു 770 റുപ്പീസ് എയ്ക്കും ബിക്കും സിക്കും ഒരു ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എങ്ങനെയാ? എയ്ക്ക് എന്താ കിട്ടുന്നത്? 2/9 of what B and C receives. അപ്പം എയ്ക്ക് കിട്ടുന്നത് ഈക്വൽ ടു 2/9 ഓഫ് ബിക്കും സിക്കും കൂടെ ഒരുമിച്ച് കിട്ടുന്നതിന്റെ 2/9 ആണ് എയ്ക്ക് കിട്ടുന്നത് അല്ലെ? ഇനി അതേപോലെ നമുക്ക് ഇതൊരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻ എന്താണ്? എയ്ക്ക് കിട്ടുന്നതും ബിക്ക് കിട്ടുന്നതും സിക്ക് കിട്ടുന്നതും കൂടെ ഒരുമിച്ച് എത്ര ഉണ്ട്? 770 അല്ലെ? ആ 770 ആണ് മൂന്നര കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ? സോ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 770. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇവിടെ എ ഈക്വൽ ടു 2/9 ഓഫ് ബി പ്ലസ് സി എന്ന് എഴുതി അല്ലേ? സോ ഇതൊന്ന് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 9a ഈക്വൽ ടു 2 ഇൻറ്റു ബി പ്ലസ് സി. ഇനി ഈ ബി പ്ലസ് സി മാത്രം എഴുതണമെങ്കിൽ 2 ഇവിടെ വരത്തില്ലേ? 9/2a ഈക്വൽ ടു ബി പ്ലസ് സി. അപ്പോൾ ബി പ്ലസ് സിയുടെ സ്ഥാനത്ത് നമുക്ക് ഈ 9/2a എന്ന് കൊണ്ടിട്ട് കൊടുക്കാം അല്ലേ? സോ എ പ്ലസ് 9/2a ഈക്വൽ ടു 770. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ y വേണമെന്നല്ലേ? ഒരെണ്ണം ന്യൂമറേറ്റർ മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം ഡിനോമിനേറ്റർ 1 ആണെന്ന് അല്ലേ? സോ ക്രോസ് മൾട്ടിപ്ലൈ 2a പ്ലസ് 9a/2 ഈക്വൽ ടു 770. ദറ്റ് ഈസ് 11a ഈക്വൽ ടു 1540. a will be equal to 1540/11. ഈ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്തേ. 154/11 ചെയ്യുമ്പോൾ എന്ത് വരും? 40 അല്ലെ? 140. അപ്പൊ എയുടെ വാല്യൂ എന്താണ്? 140. എയുടെ ഷെയർ 140 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്ക് ബിയുടെയും സിയുടെയും കിട്ടും. ഓക്കെ, അല്ലാതെ സെപ്പറേറ്റ് നമുക്ക് ഈ ഒരു പിന്നെ ബിയുടെയും സിയുടെയും കൂടെ ചേർത്തിട്ടുള്ളതായിരിക്കും നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A bag contains 600 rupees in the form of 1 rupee, 50 paisa and 25 paisa coins in the ratio 3:4:12. The number of 25 paisa coins. ഒരു ബാഗിൽ 600 റുപ്പീസ് ഉണ്ട്. ആ ഏതൊക്കെ രീതിയിലാന്ന് വെച്ചാൽ അതിനകത്ത് ഉള്ള ബാഗിൽ 1 രൂപ, 50 പൈസ, 25 പൈസ കോയിൻസ് ഇത്രയും മാത്രമേ ഉള്ളൂ. അതെല്ലാം കൂടെ കൂട്ടിയാൽ 600 രൂപയുണ്ട്. എങ്കിൽ ആ പറയുന്ന 1 രൂപ, 50 പൈസ, 25 പൈസയുടെ റേഷ്യോ എത്രയാണ്? 3:4:12. ദെൻ നമ്പർ ഓഫ് 25 പൈസ കോയിൻസ്. ശ്രദ്ധിച്ചു വായിക്കണം. ഈ കോയിൻസിന്റെ എന്തിന്റെ റേഷ്യോ തന്നേക്കുന്നത്? എണ്ണം അല്ലെ? ഈ കോയിൻസ് ഇത്ര, അതായത് ഒരു ബാഗിൽ 600 രൂപയുണ്ട്. എങ്ങനെയൊക്കെയാന്ന് ചോദിച്ചാൽ 1 രൂപ, 50 പൈസ, 25 പൈസ കോയിൻസ് ഇൻ ദ റേഷ്യോ, അതായത് 3 റെപ്രസെന്റ് ചെയ്യുന്നത് 1 രൂപ കോയിൻ 3 യൂണിറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നു. ഇനി 50 പൈസ കോയിൻസ് 4 യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 25 പൈസ കോയിൻ 12 യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? എണ്ണമാണ്, എണ്ണത്തിന്റെ റേഷ്യോയാണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? 1 റുപ്പീസ്, 50 പൈസ, 25 പൈസ ഇത് എണ്ണിയാൽ എത്രയാണ്? 3:4:12 എന്നുള്ള റേഷ്യോയിലാണ് ഉള്ളത്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് പറയാം 3x 1 റുപ്പീസ് ഉണ്ട്, 4x 50 പൈസയുണ്ട്, 12x 25 പൈസയുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 600 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, അത് വാല്യൂ ആണ് അല്ലെ? ഇത് എണ്ണമാണ്. എണ്ണത്തിന് നമ്മൾ വാല്യൂയിലേക്ക് മാറ്റണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയത്തില്ലേ 2 രൂപ, എൻ്റെ കയ്യിൽ 5 എണ്ണം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര രൂപയുള്ളത്? 2 × 5 10 രൂപയാണുള്ളത് അല്ലെ? അതേപോലെ ഇത് എണ്ണമാണ്, അതിനെ വാല്യൂയിലേക്ക് മാറ്റുക. അപ്പൊ എന്താ? ഇത് 1 റുപ്പി, ഇത് 50, 25. അപ്പൊ റുപ്പീസും പൈസയും യൂണിറ്റുകൾ ശ്രദ്ധിച്ചോണം അല്ലെ? അപ്പൊ എന്താ? നമുക്കറിയാം 1 റുപ്പീസ് എന്ന് പറയുന്നത് 100 പൈസയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ,
അപ്പം 3x 1 rupees ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ നമുക്ക് പൈസയിലോട്ട് മാറ്റാം. 3x into 100 പൈസയുണ്ട്. ഇനി 4x 50 പൈസ ഉണ്ടെങ്കിൽ 4x into 50 അത്രയും പൈസാസ് ഉണ്ട്. ഇനി 12x 25 പൈസ ഉണ്ടെങ്കിൽ 12x into 25 അത്രയും പൈസ ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 600 rupees. അതിനെ നമ്മൾ പൈസയിലോട്ട് മാറ്റണം. 600 into 100. ഇത് സോൾവ് ചെയ്താൽ എക്സിന്റെ വാല്യൂ കിട്ടത്തില്ലേ? എക്സിന്റെ വാല്യൂ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരായോ? ചെയ്തേ. 300x plus 200x plus 300x equal to okay അല്ലേ? 300 plus 300 600 600 800 800x equal to this x will be equal to 2 zeros വെട്ടിയാം 600 by 8 75. എക്സിന്റെ വാല്യൂ നമുക്ക് 75 എന്ന് കിട്ടും. ഇനിയും ചോദിക്കുന്നത് എന്താ? നമ്പർ ഓഫ് 25 പൈസ കോയിൻസ്. 25 പൈസ കോയിൻസ് എത്ര ഉണ്ട്? 12 എണ്ണം ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് 12 into 75. 75 into 12. 900 കോയിൻസ് ഉണ്ട്. 925 പൈസ കോയിൻസ് ആണ് ഉള്ളത്. ക്ലിയർ അല്ലേ? Next question. The incomes of A and B are in the ratio 3:2 and their expenditures are in the ratio 5:3. If each saves rupees 1,500, then B's income. Income, expenditure, savings. അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻകത്തിൽ നിന്ന് സേവിങ്സ് കുറച്ചാൽ നമുക്ക് എക്സ്പെൻഡിച്ചർ കിട്ടും അല്ലേ? അല്ലെങ്കിൽ വേറെ രീതി പറയുവാണെങ്കിൽ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറച്ചാൽ നമുക്ക് സേവിങ്സ് കിട്ടും. ഇനി മറ്റൊരു രീതിയിലും പറയാം, എക്സ്പെൻഡിച്ചറും സേവിങ്സും കൂടെ ചേർത്താൽ ഇൻകമായി അല്ലെ? അപ്പൊ ഈ റിലേഷൻസ് മനസ്സിലാക്കി വെച്ചേക്കുക. ഇവര് പറയുന്നത് എന്താ? എയുടെയും ബിയുടെയും ഇൻകത്തിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. രണ്ടുപേരും 1,500 വെച്ച് സേവ് ചെയ്യുന്നു എങ്കിൽ ബിയുടെ ഇൻകം എത്ര ആണ്? ക്ലിയർ ആണോ? എപ്പോഴും നമ്മൾ ഒറ്റ വേരിയബിളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. 2 വേരിയബിൾ ആക്കിയാൽ ഇപ്പൊ 2 റേഷ്യോയ്ക്കും 2 വേരിയബിൾ കൊടുത്താൽ ചെയ്യാൻ കുറച്ചും കൂടെ പാടായി. ഒറ്റ വേരിയബിൾ നോക്കുക. ഇൻകം ഓഫ് എ നമുക്ക് എന്ത് കൊടുക്കാം? 3:2 എന്നല്ലേ? അപ്പൊ 3x എന്നും ഇൻകം ഓഫ് ബി നമുക്ക് 2x എന്നും കൊടുക്കാം. ഇൻകം. പിന്നെ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ തന്നേക്കുന്നത് അല്ലെ? ഇനി ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ഒരു ഇക്വേഷൻ പോലെ കണ്ടുപിടിച്ചുകൂടായോ? രണ്ടുപേരുടെയും സേവിങ്സ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻകത്തിൽ നിന്ന് സേവിങ്സ് മൈനസ് ചെയ്താൽ എക്സ്പെൻഡിച്ചർ കിട്ടും. അപ്പം 3xൽ നിന്ന് 1,500 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഇതെന്താ? 3x മൈനസ് 1,500 എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഓഫ് എ ആണ് അല്ലെ? എക്സ്പെൻഡിച്ചർ ഓഫ് എ. ഇനി 2xൽ നിന്ന് 1,500 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? എക്സ്പെൻഡിച്ചർ ഓഫ് ബി കിട്ടും അല്ലെ? അപ്പൊ ഇവരുടെ റേഷ്യോ എന്ന് പറഞ്ഞ എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? 5:3, 5/3 ആണ്. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യാം? ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇൻകത്തിനകത്ത് ഇട്ട് കൊടുത്ത് ചെയ്യാം. ക്ലിയർ അല്ലേ? സോൾവ് ചെയ്തേ. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 into 3x minus 1,500 equal to 5 into 2x minus 1,500. സോൾവ് ചെയ്തേ. 9x minus 15 into 3 4,500 equal to 10x minus 7,500. ഇനി 2x എല്ലാം കൂടെ ഒരുമിച്ചെടുത്താൽ എന്ത് വരും? 10x. ഈ 9x ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 9x. ഈ 7,500 ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ അത് പ്ലസ് ആയി അല്ലെ? 7,500 മൈനസ് 4,500. ദാറ്റ് ഈസ് എക്സ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? 3,000. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. നമ്മളോട് ചോദിക്കുന്നത് ബിയുടെ ഇൻകം ആണ് ചോദിക്കുന്നത്. ബിയുടെ ഇൻകം ദാറ്റ് ഈസ് 2x. 2 into 3,000 ദാറ്റ് ഈസ് 6,000 rupees. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ. അപ്പൊ നമ്മുടെ ക്ലാസ് 9th നവോദയ എൻട്രൻസ് എക്സാം February 8 ആണ്. അപ്പൊ അതിന്റെ നമ്മുടെ ക്രാഷ് കോഴ്സ് ഇവിടെ ഗോയിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ എന്താണ് എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് പോകാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9496949929. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.